സംസ്ഥാന സർക്കാരിനെതിരെ ഒളിയമ്പുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. മുകേഷ് MLA-യുടെ രാജിക്കാര്യത്തിൽ CPM-ന് പരോക്ഷ വിമർശനം. UDF MLA-മാർക്കെതിരെ ഉയർന്ന ആരോപണവും നിലപാടും ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിച്ചത്. നിങ്ങൾ അത് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളും അത് ചെയ്യില്ല എന്ന വാദം ശരിയല്ല. CPM ഔദ്യോഗിക വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് ബൃന്ദയുടെ പരാമർശം. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലചേട്ടാ, ഗുഡ് മോർണിംഗ്. പലപ്പോഴും നമ്മൾ പാർട്ടിക്കുള്ളിൽ തന്നെ വിരുദ്ധ അഭിപ്രായം ഉയരുന്നതായാണ് കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. പലർക്കും വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിലും അതെല്ലാം സമന്വയിപ്പിച്ച് പാർട്ടിയുടെ തീരുമാനം ഒന്നായി പുറത്തറിയിക്കാനുള്ള ഒരു തീവ്ര ശ്രമവും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മോദി, ഗുഡ് മോർണിംഗ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും പിന്നീട് മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് ഈ ബൃന്ദ കാരാട്ടിന്റെ ഈ ലേഖനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CPM-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് ഈ ലേഖനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും എന്ന ലേഖനം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യ ഭാഗത്തൊക്കെ ബൃന്ദ കാരാട്ട് ഈ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നടപടികളെ ശക്തമായി പിന്തുണച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ മറ്റൊരിടത്തും ഈ സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ പഠിക്കുന്നതിന് കമ്മിറ്റിയും മറ്റും വച്ചിട്ടില്ല. പക്ഷെ കേരളത്തിൽ അത് വച്ചിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണ് അവർ ഈ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്നത്. മുകേഷിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്ന് ബൃന്ദ കാരാട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ് ഈ ഇടത് സർക്കാർ എടുത്തിരുന്ന നടപടികൾ അത് മോശപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ഈ പ്രചരണങ്ങളും മറ്റും അഴിച്ചുവിടുന്നത്. കോൺഗ്രസിന്റെ 2 MLA-മാർ ഈ ബലാത്സംഗ കേസിൽ അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് ആണ് ഇപ്പോൾ ഈ മുകേഷിന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രതികരണങ്ങൾ മറ്റും നടത്തുന്നതെന്നാണ് ബൃന്ദ കാരാട്ട് പറയുന്നത്. അതിനുശേഷമാണ് ബൃന്ദ കാരാട്ട് ശക്തമായ ഒരു ഒളിയമ്പ് എന്ന തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഹിന്ദിയിലെ ഒരു ചൊല്ലുണ്ട്, അതായത് തൂത്തു മേമേ, നിങ്ങൾ അത് ചെയ്തു അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്ന ബാലിശമായ ആരോപണങ്ങൾ, ബാലിശമായ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതിനെയാണ് ബൃന്ദ കാരാട്ട് ഈ ലേഖനത്തിൽ ഈ ശക്തമായി അല്ലെങ്കിൽ പരോക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. അത്തരമൊരു നിലപാട് പാടില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെടണമെന്നോ മുകേഷിനെതിരെ മറ്റെന്തെങ്കിലും സംഘടനാപരമായ നടപടികൾ വേണമെന്നോ ബൃന്ദ കാരാട്ട് പറയുന്നില്ല. മറിച്ച് കോൺഗ്രസ് MLA-മാർക്കെതിരെ ബലാത്സംഗ കുറ്റം അവർക്കെതിരെ അത് ചാർജ് ഷീറ്റ് കുറ്റപത്രം നൽകിയിട്ടുണ്ട്. മുകേഷിനെതിരെ ഇത്തരത്തിലൊരു കേസ് പോലീസ് എടുത്തിട്ടുണ്ട്. അതിനെ അവർ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പിന്നീട് ഈ ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതിനാണ് ബൃന്ദ കാരാട്ട് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. CPM-ന്റെ നേതൃത്വത്തിലുള്ള പല നേതാക്കളും പാർട്ടിയുടെ തുടക്കം മുതലുള്ള ആ നിലപാടാണ് ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് തോന്നുന്നു. UDF MLA-മാർ ഇതേ തരത്തിലുള്ള സമാനമായ ആരോപണങ്ങളിൽ പെട്ടപ്പോൾ എന്തുകൊണ്ട് അവർ രാജിവെച്ചില്ല? അതുകൊണ്ട് ഞങ്ങൾ എന്തിനു രാജിവെക്കണം? ഇത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണോ എന്നുള്ള കാര്യത്തിലാണ് തുടക്കം മുതൽ അനുഭാവികളായുള്ളവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഒക്കെ സംശയമുള്ളത്.